ഹായ് ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. എല്ലാവർക്കും എസ്ആർ പെറ്റൽസിന്റെ പുതിയൊരു വ്ളോഗിലേക്ക് സ്വാഗതം. ഞങ്ങൾ ഇന്ന് അൺഎക്സ്പെക്റ്റഡ് ആയിട്ടൊരു ട്രിപ്പ് പോവാണ്. ഇന്ന് രാത്രി നമ്മൾ ക്യാമ്പിങ്ങിന് വേണ്ടി പോവാണ്. ഇപ്പം തന്നെ ഏകദേശം സമയം ഇവിടെ 10 മണിയായി. ഞങ്ങൾ യുഎയിലാണ്. ഭയങ്കര തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ഇപ്പോൾ റാസൽ കൈമയിലൊക്കെ ഏകദേശം ഇന്ന് 0 ഒക്കെ എത്തിയായിരുന്നു. എല്ലാവരും ക്യാമ്പിങ്ങിനൊക്കെ പോയി. അപ്പം നമുക്കൊരാഗ്രഹം, അങ്ങനെ ഞങ്ങൾക്ക് ഇന്ന് അപ്രതീക്ഷിതമായിട്ടൊരു അവസരം കിട്ടി. ഞങ്ങൾ പോവാണ്. അപ്പോൾ എങ്ങോട്ടാണ് പോകുന്നത്, ആരൊക്കെ കൂടെ ഉണ്ടെന്നുള്ളത് നമുക്ക് വഴിയെ കാണാം. അങ്ങനെ ഞങ്ങൾ വണ്ടിയെ കയറിയിരിക്കുകയാണ്. ഇർഫാനാണ് നമ്മുടെ സാരഥി. അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ ഒരാളെ മനസ്സിലായില്ല ആരാണ്. ഇനി ഒരു 2 പേരും കൂടെ ഉണ്ട്. അവരുടെ അടുത്തോട്ട് നമ്മൾ പോകുന്നത്. അപ്പോൾ അവരുടെ അടുത്ത് പോയിട്ട് അവരാരാന്നുള്ളത് നമുക്ക് അവിടെ ചെന്നിട്ട് റിവീൽ ചെയ്യാം. അല്ലേ ശാരി പുറകെ ഇരിപ്പുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങൾ ഷാർജ മൊബൈലിയയിൽ രാത്രി 11 മണിയായപ്പോൾ എത്തിയിരിക്കുകയാണ്. ഷാരി, രാത്രി 11 മണിയായി ഇപ്പം തന്നെ. നീ എപ്പോൾ അവിടെ ചെല്ലാനാണോ അല്ലേ? ആരാടാ ഇത്? അവനവിടെ ബെഡ് വെക്കാൻ നിന്ന സമയത്ത് അവൻ ഇവിടെ എത്തി. ഞങ്ങളിപ്പോൾ പോകുന്നത് വാദി ഷൗക്ക എന്ന് പറയുന്ന സ്ഥലത്തോട്ടാണ്. രാത്രിയാണ്. നമുക്ക് എല്ലാവരും അധികം ക്ലിപ്സൊന്നും എടുക്കാൻ പറ്റുന്നില്ല, ലൈറ്റ് ഇല്ലാത്തതുകൊണ്ട്. ഇനി ഏകദേശം ഒരു 10-16 മിനിറ്റും കൂടെ ഉള്ളൂ. ഓൾറെഡി ഞങ്ങളിവിടുന്ന് ഒരു 3/4 മണിക്കൂർ കൊണ്ട് എത്താവുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ അവസാനം ഞങ്ങൾ സ്ഥലം എത്തിയിരിക്കുകയാണ് ഇവിടെ. പക്ഷേ കനത്ത തിരക്കാണ് കേട്ടോ. വണ്ടി കിടക്കുക കേട്ടോ, കനത്ത തിരക്കാണ്. ഇങ്ങോട്ട് റൈറ്റ് പിടിക്കടാ. നമ്മളെ പുറത്തോട്ട് വരുമ്പോൾ അടിക്കുന്നതായിരിക്കും നല്ലത്. ചുമ്മാ ഇറങ്ങി നാളെ നോക്കിട്ട് വരാം അല്ലേ? ഈ റൈറ്റ് പിടിച്ചടാ. ഈ പെട്രോളിന്റെ അപ്പുറത്ത് ഇട്ടിട്ടേ നമുക്ക് ഇറങ്ങി നോക്കാം. ഇവിടെ ഇട്ടിട്ട് നമുക്ക് നോക്കാം. ഇവിടെ അടിക്കണ്ട എന്തായാലും, ചുമ്മാ നോക്കാൻ. പെട്രോളിന്റെ അപ്പുറത്ത് കുഴിയാണ്. കുഴിയിലൊന്നും കൊണ്ട് ചാടിക്കല്ലേ മോനെ. അങ്ങനെ ഞങ്ങൾ ഏകദേശം ഒരു 12:30 കൂടി വാദി ഷൗക്ക എന്ന് പറയുന്ന സ്ഥലത്ത് എത്തിയിരിക്കുകയാണ്. അടിപൊളി രസം കേട്ടോ. ഇത് ഫുള്ള് മലകളാണ് ചുറ്റിനും. പക്ഷെ നമുക്ക് രാത്രി ആണ്ട് ഒന്നും കാണാൻ പറ്റുന്നില്ല. നമ്മുടെ കൂടെ ഉള്ളത് ഷിയാസ് ഉണ്ട്, റിസ്വാനുണ്ട്. ഇങ്ങോട്ട് പോയി മലയാ അത്. ഇതൊക്കെ ഒരു തണുപ്പാണോ ശരി? ഇതൊക്കെ ഒരു തണുപ്പാണോ? വാദി ഷൗക്ക ഞങ്ങൾ ഇതിപ്പോൾ കനത്ത തിരക്കെന്ന് പറഞ്ഞാൽ കാലുകുത്താൻ ഇടയില്ലാത്ത പോലെ ടെൻ്റ. ഇവിടെ ഒരു മലയുടെ താഴ്വാരം കേട്ടോ. ഇവിടെ ഇഷ്ടം പോലെ ടെൻ്റ് അടിക്കാനുള്ള സ്ഥലങ്ങളുണ്ട്. അതുപോലെ തന്നെ ഇവിടെ ചെറിയൊരു ഗ്രൗണ്ട് പോലത്തെ സ്ഥലമുണ്ട്. അവിടെ ഇങ്ങനെ ഓരോ ഹട്ട് സെറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എല്ലാം നിറച്ചും ആൾക്കാരാണ്. ഇതുണ്ടോ, വലിയൊരു മല കാണുന്നുണ്ടോ? നമുക്ക് പകലാണെങ്കിൽ ഇതിൻ്റെ അടിപൊളിയായിട്ട് കാഴ്ച കാണാൻ പറ്റും. അങ്ങനെ ഞങ്ങൾ അവസാനം ഒരു സ്പോട്ട് കണ്ടുപിടിച്ചിരിക്കുകയാണ്. വാദി ഷൗക്കയിലോട്ട് കയറിപ്പോകുന്ന വഴിക്ക് തന്നെ. എടുത്തോ. ആ വീഡിയോ ഞാൻ എടുത്തോളാം, നീ സാധനം എടുത്തു. ഷിയാസ് അവിടെ ടെൻറ്റിനുള്ള മണ്ണൊക്കെ റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. ഞങ്ങളിങ്ങനെ സാധനമൊക്കെ എടുത്ത് വെച്ചോണ്ടിരിക്കുന്നു. ഷിയാസ് ഇവിടെ ഫസ്റ്റ് ടെൻറ്റ് റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. റിസ്വാനെ ഷിയാസിനെ ചെറുക്കനെയൊക്കെ രാവിലെ കാണിക്കാല്ലേ നല്ലവരെ. ഇപ്പൊ വെട്ടല്ലോ. ഇതെന്തുവാ? എവിടെ അടിക്കും നിങ്ങൾ? ആദ്യമായിട്ട് വീഡിയോ ആയിരുന്നു കേട്ടോ. നല്ല
വീട്ടിൽ ഇത് തന്നെ പരിപാടി. ഇവിടെ ഇവിടെ എനിക്ക് ഇവിടെ മതി. പിന്നെ വാ ഇവിടെ വാ ഇവിടെ വേണ്ടേ? വാ ഇങ്ങോട്ട്. എന്നാ ഇതൂടെ. ആ അങ്ങനെ ടെൻ്റെല്ലാം സെറ്റ് ചെയ്തു. ഇനി ഒരു കാപ്പി ഇട്ട് കുടിക്കണം, കപ്പ ബിരിയാണി തിന്നണം. ഈ കാപ്പിപ്പൊടി ഏതാ? മറ്റേ കാപ്പിപ്പൊടിയാണോ? അങ്ങനെ ഇർഫാൻ കാപ്പി വെക്കാൻ വേണ്ടി പോവാണ്. ഫസ്റ്റ് പരിപാടി ഇവിടെ വന്നിട്ടുള്ളത്. നെസ്കാഫേ. കപ്പ ബിരിയാണി വലിയ പരിക്കുകളൊന്നും ഇല്ലാതെ ഇവിടെ എത്തിയെന്ന് തോന്നുന്നു. ഞാൻ എവിടെ വെച്ചത്? റിസ്വാനായും ഷിയാസും ഞങ്ങളുടെ വീഡിയോയിൽ ആദ്യമായിട്ടാണ് അല്ലേ? അല്ല, ഷിയാസ് നമ്മളുടെ ഉണ്ടല്ലോ ശരി. ആ, അപ്പോൾ ഇതാണ് റിസ്വാന, ഷിയാസിൻ്റെ വൈഫാണ്. ഇവിടെ ഞങ്ങളുടെ ചുറ്റുവട്ടത്തൊക്കെ ഒരുപാട് ഫാമിലിയൊക്കെ വന്ന് ടെൻ്റ് അടിച്ചിട്ടുണ്ട്. എല്ലാവരും പാട്ടൊക്കെ ഇട്ട് ഭയങ്കര ഡാൻസും പരിപാടിയൊക്കെ ഉണ്ട്. തീ കായുന്നവരുണ്ട്, കിടന്ന് ഉറങ്ങിയവരുണ്ട്. ഈ കുന്ത്രാടം ഒന്ന് നിർത്തുന്നതിന് എന്തെങ്കിലും അത് മച്ചാ സെറ്റ് ചെയ്തോളൂ. അടങ്ങാത്ത സൂര്യൻ, അതിരില്ല കൈകൾ, കരുതുപ്പോ കണ്ണുകൾ, പോയി പെട്ടാലി ചാമ്പൽ. അയ്യോ പൊടിയാണോ പറക്കുന്നത്? മറ്റേ അമ്പലപ്പറമ്പിൽ ഇരിക്കുന്നവരുണ്ടല്ലോ ഞങ്ങളുടെ ചന്ദനക്കുടം കാണാൻ പോയിരിക്കുന്നത്. കൊച്ചിന്റെ കൂടെ കിടന്നുറങ്ങോ? ഞാൻ വിളമ്പേ നിനക്ക് ഇത്തിരി കാര്യമുള്ളേ. അവളുടെ അടുത്ത് പോയി പ്ലേറ്റ് ഇത്രയും തിന്നുള്ളൂ. ഇത്രയോ? ഞാൻ കഴിക്കാൻ പോണേ. ഒരു പ്ലേറ്റ് എടുക്കുമല്ലോ. പ്ലേറ്റ് പൊട്ടിപ്പോയി. ഒരു പ്ലേറ്റ് എനിക്ക് ഇപ്പൊ തിന്നാൻ തോന്നുന്നു. എന്നാ തോന്നില്ലേ? നമ്മുടെ വാദി ഷൗക്ക എന്ന് പറയുന്നത് ഞങ്ങൾ പോയ സ്ഥലത്തോട്ടുള്ള ആ റോഡിൻ്റെ രണ്ട് സൈഡും ഫുള്ള് ആൾക്കാരാണ്. ഞങ്ങളവിടെ പോയപ്പോഴത്തേക്ക് അവിടെ നിറച്ച് ആളാണ്. ഞങ്ങൾ തിരിച്ച് ഈ റോഡിലോട്ട് ഇറങ്ങി വന്നു. അപ്പോൾ ഇവിടെ കുറേ ഫാമിലിയൊക്കെ ടെൻ്റ് അടിച്ചിട്ടുണ്ട്. അപ്പോൾ ഞങ്ങൾ അവരുടെ അടുത്ത് തന്നെ ഞങ്ങളും ടെൻ്റ് അടിച്ചിട്ട് നിൽക്കുക. അങ്ങനെ ഞങ്ങൾ കപ്പ ബിരിയാണിയൊക്കെ ഒരു റൗണ്ട് അടിച്ച് കടിഞ്ചായൊക്കെ കുടിച്ചു. ഷിയാസിൻ്റെ കുഞ്ഞ് കിടന്നുറങ്ങി. അവനിവിടെ വന്നപ്പോഴേ ഉറങ്ങിയായിരുന്നു. ഇടയ്ക്കിടയ്ക്ക് അവൻ ഉണരും, പിന്നെ ഉറക്കും. കനത്ത തണുപ്പാണ്.
ഞങ്ങൾ ഏതായാലും കിടന്ന് ഉറങ്ങാൻ പോവാം. ഇനിയിപ്പം രാവിലെ എഴുന്നേറ്റിട്ടുള്ള കാഴ്ചകൾ കാണാം. അങ്ങനെ ഇതാണ് ഞങ്ങൾ ഇന്നലെ ക്യാമ്പ് ചെയ്ത സ്ഥലമേ. ചുറ്റിനും മലകളാണ്. എന്നാ രസം അറിയാം. തണുപ്പെന്ന് പറഞ്ഞാൽ ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ് കേട്ടോ. ഭയങ്കര തണുപ്പാണ്. ഒരു കിഡിലെ FJ ക്രൂസർ കിടപ്പുണ്ട് ഞങ്ങളുടെ ടെൻറ്റിൻ്റെ തൊട്ടടുത്ത്. അവിടെ അതിൻ്റെ പുറകിൽ ഒരു ടെൻറ്റുണ്ട്. നമ്മൾ ഇന്നലെ രാത്രിയിൽ ഷാർജയിൽ നിന്ന് വന്ന് ഈ വഴിക്കാണേ. ഇതാ നേരെ ഷൗക്ക ഡാമിലോട്ട് പോകുന്ന വഴി. അപ്പോൾ നമ്മൾ ഈ വഴി നേരെ പോവുകയാണെങ്കിൽ അവിടെ ഷൗക്ക ഡാമിൻ്റെ ഏരിയ ഉണ്ട്. അവിടെ മറ്റേ പാർക്കും കാര്യങ്ങളൊക്കെ. അവിടെ ഇപ്പം നമ്മുടെ ഷെരീഫും ഫാമിലിയൊക്കെ അവിടെ ഉണ്ട്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി അങ്ങോട്ട് പോയതാണ്. അപ്പോൾ അവിടെ ഒത്തിരി ടെൻറ്റൊക്കെ ഇങ്ങനെ അടുപ്പിച്ചുള്ളതുകൊണ്ട് ഞങ്ങൾ അതിൻ്റെ വെളിയിലോട്ട് ഇങ്ങനെ ഇറങ്ങിയാണ് ഈ സ്ഥലത്ത് വന്ന് ടെൻ്റ് അടിച്ചത്. ഇതൊക്കെ ഉണ്ടല്ലോ സത്യം പറഞ്ഞാൽ നല്ലപോലെ വെള്ളം ഒഴുകുന്ന സ്ഥലങ്ങളാണ് കേട്ടോ. ഈ നമ്മുടെ നാട്ടിലെ അരുവി പോലത്തെ സ്ഥലങ്ങളാണ്. മഴയൊക്കെ പെയ്യുമ്പോഴത്തേക്ക് ഇവിടെ നിറച്ച് വെള്ളമായിരിക്കും. അതുകൊണ്ടോ നല്ല മഴയുള്ള സമയത്ത്, ഈ മഴ പെയ്യുന്ന സമയത്തൊക്കെയാണെങ്കിൽ ഇവിടെ ഡേഞ്ചർ ഏരിയ ആയിരിക്കും. എന്നു വെച്ചാൽ റോഡൊക്കെ ഇടിയുന്നതായിരിക്കും. ഇർഫാനും ഷിയാസിൻ്റെ കുഞ്ഞും രാവിലെ എഴുന്നേറ്റിട്ടില്ല. ഇപ്പം ഞങ്ങളൊക്കെ രാവിലെ ചാടി എഴുന്നേറ്റ. ഷിയാസിന് രാവിലെ ഇന്ന് അവന് ഡ്യൂട്ടി ഉണ്ട്. അവനപ്പം കുറച്ച് നേരത്തെ പോകണം. അതുകൊണ്ട് ഞങ്ങളിപ്പം നേരത്തെ ഇറങ്ങി ഇവിടുന്ന്. എന്നാൽ അടിപൊളി സ്ഥലമാണ് കേട്ടോ. ഫാമിലിയൊക്കെ ആയിട്ട് ക്യാമ്പിങ്ങിന് വരാൻ പറ്റിയ അടിപൊളി സ്ഥലമാണ് ഗൈസ്. ഞങ്ങളെ ഇന്നലെ രാത്രിയിൽ വന്നില്ലേ, വാദി ഷൗക്ക എന്ന് പറയുന്ന സ്ഥലം ശരിക്കും ഇതാണ് കേട്ടോ. ഈ സ്ഥലമാണ്. ഇത് കണ്ടോ, ഈ ഫുള്ള് ഈ മലകളാൽ ചുറ്റപ്പെട്ട ഈ ഒരു ഏരിയ. ഇവിടെ ഫുള്ള് നമ്മുടെ ആൾക്കാർ ക്യാമ്പ് ചെയ്യുന്നതാണ്. ഇതിനകത്തൊരു ഫാമിലി പാർക്കുണ്ട്. ഇതിനകത്ത് നമ്മുടെ ഷെരീവും ഫാമിലിയൊക്കെ ഉണ്ട്. സത്യം പറഞ്ഞാൽ ഞങ്ങളിതിന് തൊട്ടപ്പുറത്ത് ഈ വഴി ഇങ്ങനെ കയറിപ്പോയി. ഇവിടെ വെളിയിൽ റോഡുണ്ട്. ആ റോഡിൻ്റെ സൈഡിലായിരുന്നു ഞങ്ങൾ ടെൻ്റ് അടിച്ചത്. അപ്പോൾ ഇവിടെ ആണെങ്കിൽ നമുക്ക് കുറേ ഹട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഇതുണ്ട്, ഈ കാണുന്നതൊക്കെ ഹട്ടുകളൊക്കെയാണ്. അതിനകത്ത് നമുക്ക് ഫാമിലിക്കൊക്കെ ടെൻറ്റ് ചെയ്യാം. പിന്നെ ഈ വെളിയിലൊക്കെ ഇതുണ്ടല്ലോ, മൊത്തം ആൾക്കാർ മൊത്തം ഇവിടെ ടെൻറ്റ് ചെയ്യുവാണ്. ഫുള്ള് ഇവിടെ ആൾക്കാർ ക്യാമ്പ് ചെയ്യുന്ന സ്ഥലമാണ്. രാവിലെ എല്ലാവരും എഴുന്നേറ്റ് ഓരോ പരിപാടിയൊക്കെ തുടങ്ങിയിട്ടുണ്ട്. ഇത്രയും വാഷ്റൂം ഫെസിലിറ്റിയൊക്കെ ഉണ്ട്. അപ്പുറത്താണെങ്കിൽ ലേഡീസിനുണ്ട്. ഇതൊരു അടിപൊളി സ്ഥലമാണ്. അപ്പോൾ ഞങ്ങൾ ഇന്നലെ രാത്രി ഇവിടെ വന്നിട്ടാണ് വെളിയിലോട്ട് പോയത്. അങ്ങനെ ഞങ്ങളുടെ രാവിലത്തെ കട്ടൻ ചായ തിളച്ചുകൊണ്ടിരിക്കുകയാണ്. എല്ലാവരും എഴുന്നേറ്റ്. ഇതുവേ ഇങ്ങോട്ട് നോക്കി. ഗുഡ് മോർണിംഗ്. അയ്യറേ, ഇവിടെ ഏറ്റവും താമസം എഴുന്നേറ്റ് ഇവനാട്ടോ, ഇർഫാനാണ്. ഞങ്ങളൊക്കെ രാവിലെ എഴുന്നേറ്റിരിക്കുക. എനിക്ക് ഒന്ന് ഷിയാസ് വെച്ചാൽ ഏകദേശം 5 മണിക്ക് ആണ്ട് എഴുന്നേറ്റില്ല, കറങ്ങി അടിച്ചടക്കാം. തോന്നുന്നു അല്ലല്ല, ഞങ്ങളൊക്കെ എഴുതുമ്പോൾ മച്ചാ അവിടെ വണ്ടിക്കത്തിരിപ്പുണ്ട്. എനിക്ക് വേണം എനിക്ക് തന്നേ. അപ്പോൾ ആദ്യത്തെ കാപ്പി ഇവരെല്ലാം പല്ലിയൊക്കെയാണ് കുടിക്കുന്നത് ഗൈസ്. ഞാൻ മാത്രമേ ഉള്ളൂ ബ്രഷും പേസ്റ്റും ഒക്കെ ആയിട്ട്. അതൊന്നും വേണ്ട. ഇത് പറഞ്ഞിട്ടാണ് നീ ചായം കാപ്പി തരുന്നത് ഗൈസ്. ഇതിനകത്ത് ഷാരി മാത്രമേ ഉള്ളൂ പല്ല് തേക്കാത്ത ഗൈസ്. പല്ല് തേച്ചത് ഗൈസ്. നഗട്സ് ഉണ്ടാക്കാൻ പോലെ. ഇല്ലെങ്കിൽ ഷാരിയുടെ ഇപ്പം ബ്രെഡ് ഓംലെറ്റ് അടിക്കും. അതിന് പെട്ടെന്ന് നഗട്സ് ഉണ്ടാക്കിയോ. ഇതുവേ ഇത് നഗട്സ് വേണോ? ഇത് നഗട്സ് വേണോ? ഇങ്ങോട്ട് നോക്കി. ഇത് ഇർഫാൻ തന്നെ എടുത്ത് കുടിക്കും കേട്ടോ. എല്ലാം കുടിക്കട്ടെ. എണ്ണയോ? ഷിയാസും റിസാനായും ഐതോട്ടനും. ഛേ അയ്യോ. അങ്ങനെയാണെങ്കിൽ മുട്ട പൊരിക്കാം.
എടാ എൻ്റെ മധുരം കാപ്പി എന്തി അയ്യാർ രാവിലെ നഗട്സ് പൊരിച്ചു തരാമെന്ന് പറഞ്ഞുകൊണ്ട് അയ്യാറിന് രാവിലെ കുത്തി പോക്കിയിട്ട് രണ്ടാമത്തെ കളി തോറ്റപ്പോഴേ എന്നെ മനം എടുത്തു. ആദ്യം എന്നെ പറഞ്ഞു 2 കളി കൂടെ കളിക്കാം. ചിക്കൻ നഗറ്റ്സ്. നിനക്ക് വയ്യ. അന്നച്ചി എന്നോട് ഓൾറെഡി പറഞ്ഞു. അന്നച്ചി എന്നോട് ഇന്നലെ പറഞ്ഞു ഇർഫാന് ഒട്ടും വയ്യ. എനിക്ക് വയ്യുന്നു. ആ ഇർഫാൻ ഒട്ടും. ഷിയാസ് ടെൻറ്റ് അഴിച്ചിട്ട് അതിൽ നിന്ന് മുള്ളു പറിച്ചെടുക്കുന്നു. അപ്പം നമ്മൾ ക്യാമ്പിംഗ് ഒക്കെ കഴിഞ്ഞ് എല്ലാം ക്ലീൻ ആക്കി. ഇവിടെ ഒരു സാധനവും ഇടുന്നില്ല, എല്ലാം വേസ്റ്റ് എല്ലാം ആയിട്ട് ഇത് അണ്ണച്ച് പോവാണ്. എല്ലാ വേസ്റ്റും എടുത്തു. എടാ ഒരു ഹായ് പറഞ്ഞേ. ഓ ഇത് നല്ല രസം കാണാൻ. അങ്ങനെ ഞങ്ങളുടെ ഈ ഇന്നത്തെ ക്യാമ്പിംഗ് വീഡിയോ ഒക്കെ ഏകദേശം ഇവിടെ അവസാനിക്കാറായി. ഞങ്ങളിപ്പം തിരിച്ചു പോവുകയാണ്. ഷിയാസിന് രാവിലെ അവന് നേരത്തെ എന്നിട്ട് ഡ്യൂട്ടിക്ക് പോകേണ്ടതുണ്ട്. അപ്പോൾ ഗൈസ് ഞങ്ങൾ ഇവിടുത്തെ ക്യാമ്പിംഗ് ഒക്കെ അവസാനിപ്പിച്ച് ഞങ്ങൾ പോവുകയാണ്. എല്ലാവരും പാക്ക് ചെയ്ത് വണ്ടിയിൽ കയറിക്കൊണ്ടിരിക്കുകയാണ്. വേസ്റ്റ് എല്ലാം ഞങ്ങൾ മാറ്റി. അതെ, വേസ്റ്റെല്ലാം കളഞ്ഞു. നല്ല അടിപൊളി ലൊക്കേഷനാണ് വാദി ഷൗക്ക. ഞങ്ങൾ കുറച്ച് നേരം കൂടെ നിൽക്കണമെന്നൊക്കെ ഓർത്താ, പക്ഷേ നമുക്ക് സമയമില്ല. ഷിയാസിന് പെട്ടെന്ന് തിരിച്ചു പോകണം. പിന്നെ അതുതന്നെ ഞങ്ങൾ ഇന്നലെ രാത്രി തന്നെ ഒരുപാട് ലേറ്റായിട്ട് അവിടെ എത്തിയത്. ഭയങ്കര തണുപ്പായിരുന്നു രാത്രി. അപ്പം നമുക്ക് ഷാർജയിൽ അവനെ കൊണ്ടുവിട്ടിട്ട് അവിടെ വെച്ച് കാണാം അല്ലേ? ഇതോ ഇങ്ങോട്ട് നോക്കി. ഹായ് പറ. വഴി ഷാർജയ്ക്ക് ദുബായ് കിടക്കുന്നത്. എത്ര മിനിറ്റ് കാണിക്കുന്നത്? 40. ഹലോ പറയൂ. അങ്ങനെ ഞങ്ങൾ തിരിച്ചു വരുന്ന വഴിക്ക് റോഡ് സൈഡിൽ ദൂരെ നോക്കുവാണെങ്കിൽ ഇങ്ങനെ മഞ്ഞ് കോട ഇങ്ങനെ പോന്ന കാണാം. അങ്ങനെ ഷിയാസിനെ റിസ്വാനെ ഞങ്ങൾ കൊണ്ട് റൂമിലാക്കി ഞങ്ങൾ തിരിച്ചു പോവാണ്. ഞങ്ങളുടെ ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ്. ഇഷ്ടപ്പെട്ടെങ്കിൽ എല്ലാവരും ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അടുത്ത വീഡിയോയിൽ കാണുന്നവരെ എല്ലാവർക്കും ബൈ ബൈ.